പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സന്ദർശന തിരുനാൾ ആഗോള സഭ ഇന്ന് ആഘോഷിക്കുകയാണ്. മറിയവും എലിസബത്തും തമ്മിലുള്ള പരസ്പരം കണ്ടുമുട്ടലിനെയാണ് ഈ തിരുനാളായി ആഘോഷിക്കുന്നത്. എന്തുകൊണ്ടാണ് രണ്ടുപേർ കണ്ടുമുട്ടുമ്പോൾ അതൊരു സെലിബ്രേഷനായിട്ട് മാറിയത്, അതൊരു ആഘോഷമായിട്ട് മാറിയത്? ആ ഒരു കൂടിക്കാഴ്ച സാധാരണ മനുഷ്യർ കാണുന്ന പോലത്തെ ഒരു കൂടിക്കാഴ്ചയല്ല എന്നുള്ളതാണ് ഇന്നത്തെ സുവിശേഷവും ഈ തിരുനാളും നൽകുന്ന സന്ദേശം. അങ്ങനെയാണെങ്കിൽ ആ കൂടിക്കാഴ്ചയുടെ പ്രത്യേകത എന്തായിരുന്നു? മറിയം തിടുക്കത്തിൽ മലമ്പ്രദേശത്തേക്ക് യാത്ര ചെയ്തതെന്നാണ് സുവിശേഷം തുടങ്ങുന്നത്. അങ്ങനെ മറിയം അവിടെ എത്തിയ ശേഷം ഉടനെ അവൾ ഗ്രീറ്റ് ചെയ്യുകയാണ്. ഗ്രീറ്റ് ചെയ്ത ഉടനെ നമ്മൾ വായിക്കുന്നത് എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി മാറി. മറിയത്തിൻ്റെ ഗ്രീറ്റിങ്സിന് ശേഷം ഉടനെ സംഭവിക്കുന്ന കാര്യം എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളാകുന്നു. ഈ ഒരു ഇൻസിഡൻറ്റ് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ദൂതൻ പ്രത്യക്ഷപ്പെട്ടത്. എന്നിട്ട് ദൂതൻ പറഞ്ഞ വാക്ക് നന്മ നിറഞ്ഞവളെ നിനക്ക് സ്വസ്തി എന്ന് പറഞ്ഞു തുടങ്ങി. അവസാനം പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും എന്ന അഷുറൻസ് കഴിഞ്ഞിട്ടാണ് ദൂതൻ പോയത്. എന്നിട്ട് ഇപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ മറിയം തിരിച്ച് എലിസബത്തിനെ കാണുന്നു. അപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി മാറുന്നു. ഇതാണ് ഈ കൂടിക്കാഴ്ചയുടെ ഒരു പ്രത്യേകത. പരിശുദ്ധ മറിയത്തിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്. ആ പരിശുദ്ധാത്മാവിനെ കണ്ടുമുട്ടുന്ന എലിസബത്തിലേക്ക് മറിയം പകർന്നു നൽകി. അങ്ങനെ മറിയവും പരിശുദ്ധാത്മാവ് നിറഞ്ഞവളാണിപ്പോൾ, എലിസബത്തും പരിശുദ്ധാത്മാവ് നിറഞ്ഞവളാണ്. അങ്ങനെ അവരുടെ ഉദരങ്ങളിലെ കുഞ്ഞുങ്ങളും ഇപ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരാണ്. കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുമെന്ന് തോന്നുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഓർക്കേണ്ട ഏറ്റവും മനോഹരമായൊരു കാര്യത്തെ എൻ്റെ ഗോസ്പൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മളും കുറഞ്ഞവരൊന്നുമല്ല, നമ്മുടെ ഉള്ളിലും പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ടുണ്ട്. നമ്മളും കൂദാശ സ്വീകരിക്കുന്നതിലൂടെ പരിശുദ്ധാത്മാവിനെ തന്നെയാണ് സ്വീകരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്രയോ മനുഷ്യരെ കണ്ടുമുട്ടുന്നുണ്ട്, എത്രയോ മനുഷ്യർ ഇടപെടുന്നുണ്ട്. എന്നിട്ടും ഹൃദയത്തിലൂടെ കടന്നു പോകുന്ന മനുഷ്യരെല്ലാവരും ഹൃദയത്തിൽ സൂക്ഷിക്കപ്പെടാത്തത് എന്തുകൊണ്ടാണ്? എത്രയോ മനുഷ്യർ നമ്മളെ കടന്നു പോകുന്നു. ഈ കടന്നു പോകുന്ന മനുഷ്യരൊക്കെ ജീവിതത്തിൽ സ്റ്റക്കാകാത്തത് എന്തുകൊണ്ടാണ്? അതിന് കാരണം നമ്മളൊക്കെ ലഭിച്ച പരിശുദ്ധാത്മാവിനെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ള ഒരു സങ്കടം കൊണ്ടാണ്. നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിനെ, നമുക്ക് ലഭിച്ച കൃപാവരത്തെ ഇങ്ങനെ കണ്ടുമുട്ടലിലേക്ക് സ്പ്രെഡ് ചെയ്യണം ഗ്രീറ്റിങ്ങിലൂടെ. ഒരു നിമിഷത്തെ ഗ്രീറ്റിങ്സിനിടയിൽ നൽകപ്പെടുന്നത് പരിശുദ്ധാത്മാവാണെങ്കിൽ നമ്മളൊക്കെ ഒത്തിരിയേറെ സംസാരിച്ചിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെയൊക്കെ റിലേഷൻഷിപ്പിൽ പരസ്പരം സ്നേഹവും സന്തോഷമൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടാൻ പോകുന്നത്? ബന്ധങ്ങൾക്കുണ്ടാകുന്ന ഏറ്റവും വലിയ വിള്ളലുകൾക്ക് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിന് കാരണം ഈ നൽകപ്പെടാതെ പോകുന്ന പരിശുദ്ധാത്മാവാണ് എന്ന് പറയുന്നതായിരിക്കും എളുപ്പം. അങ്ങനെ നൽകപ്പെടാതെ പോകുന്ന ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഇടയ്ക്ക് ഈ ഭൂമിയിൽ ഓരോ മനുഷ്യരും കരുതി വയ്ക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉള്ളിലെ ആത്മാവിനെ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും പ്രധാനമായിട്ടും ഉള്ളിലാദ്യം പരിശുദ്ധാത്മാവിനെ സൂക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ അത്ര ചെറിയ മനുഷ്യരൊന്നുമല്ല. കുറച്ചും കൂടി ഏറ്റവും മനോഹരമായ ജീവിതം ജീവിക്കാൻ വലിയ കഷ്ടപ്പാടൊന്നും വേണ്ട. ഉള്ളിൽ നന്മ സൂക്ഷിക്കുക, ഉള്ളിലെ നന്മ കൊണ്ട് മറ്റുള്ളവർക്ക് പകർന്നു നൽകുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്വർഗം ചേർന്നൊരു മാറിൽ ഒരു കുഞ്ഞായി മാറിയിടാ, സ്വപ്നം ചാഞ്ഞൊരു തോളി എൻ ജീവിതമേകിടാ, കണ്ണീരിൻ കാലത്ത് പുഞ്ചിരി തൂകി ചാരത്ത് ഒരു നാളും മാറാതെ മേരി എന്നമ്മ. യേശു നിറഞ്ഞതേ അമ്മ പൂന്തോപ്പിൽ, യേശു വളർന്നതേ അമ്മ താരാട്ടിൽ, യേശുവെ ഞാൻ കണ്ടത് അമ്മ മടിത്തട്ടിൽ, ഈശോയ്ക്ക് അമ്മയൊരുക്കിയ സ്നേഹം പൂന്തട്ട്. ആകാശം പോലെ ഒരുങ്ങിയ ഉള്ളം നന്മ
മുറിവുകളുള്ളൊരു ഹൃദയം അമ്മയ്ക്കറിയില്ലേ? ആരാരും അറിയാതൊരു കനലും അമ്മയ്ക്കെടുത്തില്ലേ? കരമേകി വഴിയായി കൂടി നടന്നപ്പോ അകമാകെ അമ്മേ നീ എൻ സ്നേഹപ്പൂഞ്ചോല. കരമേകി വഴിയായി കൂടി നടന്നപ്പോ അകമാകെ അമ്മേ നീ എൻ സ്നേഹപ്പൂഞ്ചോല. മനമുരുകിയ മൗനം അമ്മ മനസ്സല്ലേ, മിഴി നിറയണ നോവും അമ്മ തുടക്കില്ലേ? സ്വർഗം ചേർന്നൊരു മാറിൽ ഒരു കുഞ്ഞായി മാറിയിടാം, സ്വപ്നം ചാഞ്ഞൊരു തോളിൽ എൻ ജീവിതമേകിടാം. കണ്ണീരിൻ കാലത്ത് പുഞ്ചിരി തൂകി ചാരത്ത് ഒരു നാളും മാറാതെ മേരി എന്നമ്മ. യേശു നിറഞ്ഞതേ അമ്മ പൂന്തോപ്പിൽ, യേശു വളർന്നതേ അമ്മ താരാട്ടിൽ. യേശുവെ ഞാൻ കണ്ടത് അമ്മ മടിത്തട്ടിൽ, യേശുയ്ക്ക് അമ്മയൊരുക്കിയ സ്നേഹപ്പൂന്തട്ടിൽ.